സ്കിന്നിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ പാക്ക് നിങ്ങളുടെ സ്കിന്നിലിട്ടാൽ അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ, ടാൻ എന്നിവ മാറ്റി സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കും. എന്താണെന്നുള്ളത് പറയാം. മുഖത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ഒരു അടിപൊളി ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ. ഈ കാര്യം ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം 10 ഇരട്ടിയായി കൂട്ടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന, ഒരു എളുപ്പം തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പാക്ക് ഒന്ന് നിങ്ങളുടെ സ്കിന്നിൽ ഇട്ട് നോക്ക്. നിങ്ങളുടെ സ്കിന്നിന്റെ മാറ്റം നിങ്ങളെ പോലും ഞെട്ടിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള കിഴങ്ങ്, അതായത് പൊട്ടറ്റോ, ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടികളാണ് നമുക്ക് വേണ്ടത്. ആദ്യമേ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റൈസ് പൗഡറാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ ചേർക്കേണ്ടത്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ ഇല്ലാതാക്കി സ്കിന്നിന് നിറം വെപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന പൊടി എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണോളം ചെറുപയർ പൊടി ചേർക്കേണ്ടതാണ്. ചെറുപയർ പൊടി പണ്ട് കാലത്ത് സ്കിന്നിന് നിറം വെപ്പിക്കാൻ ഉപയോഗിച്ചതാണ്. പണ്ടത്തെ ആൾക്കാർ മറ്റുള്ള ഫേഷ്യലോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ചെറുപയർ പൊടിയും ചന്ദനവും ഒക്കെ ആയിരുന്നു മുഖത്ത് ഇട്ടിരുന്നത്. ഇനിതാ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് മിക്സാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് റോ മിൽക്കാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊട്ടറ്റോയുടെ നീരും, നമ്മൾ ഗ്രേറ്റ് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങളുടെ ഫേസിലും ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇട്ട് ഒരു നോർമൽ രീതിയിലൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റോളം വെക്കണം. 3 മിനിറ്റിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. നോക്കാം നമുക്ക് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കൂടിയത് കണ്ടോ? എന്നെപ്പോലും ഞെട്ടിച്ച്. സംഭവം കിടുവാണ് കൂട്ടുകാരെ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് ഇട്ട് നോക്ക്. നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നേടാൻ സാധിക്കും. ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് വന്ന് പറയണേ. പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടോ? അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടോ? കൂട്ടുകാരെ, എന്തായാലും ഈ ഒരു പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിക്കണേ. നിങ്ങളുടെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.